നമസ്കാരം. യുക്രൈൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെയുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ മലയാളി അടക്കം 10 നാവികർ കൊല്ലപ്പെട്ടു. കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ വാലിപ്ലാക്കൽ അഖിൽ ജോയനാണ് മരിച്ച മലയാളി. വെള്ളരിക്കുണ്ടിലെ ജോയൻ സാലി ദമ്പതികളുടെ ഏക മകനാണ് 26 വയസ്സുകാരൻ. ലീവിന് നാട്ടിൽ വന്ന് വിവാഹമുറപ്പിച്ചൊരു മാസം മുൻപാണ് അഖിൽ തിരിച്ചുപോയത്. ഗോൾഡൻ ലിയോ എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ഒഡേസ തീരത്താണ് ആക്രമണം സംഭവിച്ചത്. ഇന്ത്യൻ സിറിയൻ നാവികരാണ് കപ്പലിലുണ്ടായിരുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഭക്ഷ്യ ധാന്യങ്ങൾ നിറച്ച കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. 8 പേരെ രക്ഷപ്പെടുത്തിയതായി യുക്രൈൻ നാവികസേന അറിയിച്ചു. ആകെ 17 പേരാണ് കപ്പലിലുണ്ടായിരുന്നത്. ഇതിനു പുറമെ യുക്രൈൻ സ്വദേശിയായ പൈലറ്റും കൊല്ലപ്പെട്ടു. ജൂലൈ 20 ശേഷം കരിങ്കടലിൽ 7 കപ്പലുകളാണ് ഇതുവരെ ആക്രമിക്കപ്പെട്ടത്. സമീപ ദിവസങ്ങളിൽ റഷ്യൻ നഗരങ്ങളിൽ യുക്രൈൻ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. കപ്പലിന് നേരെയാണ് റഷ്യൻ ക്രൂസ് മിസൈൽ ഉപയോഗിച്ച് റഷ്യ ആക്രമണം നടത്തിയത്. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഒഡേസ മേഖലയിൽ തുടർച്ചയായ റഷ്യൻ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ജൂലൈയിൽ മാത്രം റഷ്യൻ ആക്രമണത്തിൽ 28 പേർ മരിച്ചതായി ഗവർണർ ഒലെ കിപ്പർ പറഞ്ഞു. കരിങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള റഷ്യൻ ആക്രമണങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. യുക്രൈന്റെ കാർഷിക കയറ്റുമതിയുടെ 2/3 ഭാഗവും ഈ പാത വഴിയാണ് കടക്കുന്നത്. റഷ്യക്ക് നേരെ യുക്രൈനും ആക്രമണം ശക്തമാക്കി. ജൂലൈ മാസത്തിൽ മാത്രം 183 റഷ്യൻ കപ്പലുകൾ ആക്രമിച്ചതായി യുക്രൈന്റെ ഡ്രോൺ സൈനിക കമാൻഡർ റോബർട്ട് ബ്രോവ്ഡി പറയുന്നു. മോസ്കോ മേഖലയിലുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ യുക്രൈൻ ആക്രമണം തുടരുകയാണ്. 400ഓളം ഡ്രോണുകൾ വെടിവെച്ചിട്ടതായും റഷ്യൻ അധികൃതർ പറഞ്ഞു. 10 പേർക്കും പരിക്കേറ്റു. യുക്രൈനിലെ കീവിലും ഹർക്കീവിലും റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ വ്യാപക നാശമുണ്ടായിരുന്നു. കീവിൽ പാർപ്പിട സമുച്ചയങ്ങളടക്കം ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നു. മെട്രോ സ്റ്റേഷനിലും മിസൈൽ വീണു. ഒരാൾ കൊല്ലപ്പെട്ടു. റഷ്യൻ അതിർത്തിയോട് ചേർന്ന ഹർക്കീവിലും വ്യാപകമായി കെട്ടിടങ്ങൾ തകർന്നു. 4 പേർ കൊല്ലപ്പെട്ടു. വ്യോമ പ്രതിരോധത്തിനായുള്ള കൂടുതൽ പേട്രിയറ്റ് മിസൈലുകൾക്ക് കഴിഞ്ഞയാഴ്ച യുഎസും യുക്രൈനും തമ്മിൽ ധാരണയായിരുന്നു. എന്തായാലും അതിദാരുണമായ വാർത്തയാണ് വരുന്നത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഹൃദയഭേദകമായ വാർത്തയാണ് വരുന്നത്. കാസർഗോഡ് സ്വദേശിയായ 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ റഷ്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരു മാസം മുൻപ് നാട്ടിലെത്തി വലിയ പ്രതീക്ഷകളോടെ തിരിച്ചു വരാമെന്ന് പറഞ്ഞു പോയ അഖിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. വിവാഹമടക്കം ഉറപ്പിച്ചാണ് അഖിൽ യാത്രയായത്. എന്തായാലും അഖിലിൻ്റെ നാട്ടിലേക്ക് ഭൗതിക ശരീരം എത്തിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിലൊക്കെ കൂടുതൽ വാർത്തകൾ, വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. എന്തായാലും റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം 2022 ഫെബ്രുവരിയിലാണ് ആരംഭിച്ചത്. 4 വർഷങ്ങൾ കഴിഞ്ഞിട്ടും യുദ്ധം അവസാനിക്കുന്നില്ല. കീവ്, ഖാർക്കിവ്, ഡിനിപ്രോ തുടങ്ങിയ നഗരങ്ങൾക്ക് മേലെ റഷ്യ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനോടകം ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. യുക്രൈൻ തിരിച്ചടിയെ റഷ്യൻ അതിർത്തികളിലും കരിങ്കടലിലെ കപ്പലുകളിലും ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. സമാധാന ചർച്ചകൾക്കുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. 2022 ഫെബ്രുവരി 24 റഷ്യ യുക്രൈനിലേക്ക് സൈന്യത്തെ അയച്ചാണ് യുദ്ധം ആരംഭിച്ചത്. യുക്രൈൻ നാറ്റോയിൽ അഥവാ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിലെ ഭാഗമാകുന്നതിനെ റഷ്യ എതിർക്കുന്നുണ്ട്. യുക്രൈനെ തങ്ങളുടെ സ്വാധീന വലയത്തിൽ നിർത്താനാണ് റഷ്യ ആക്രമണം ആരംഭിച്ചത്. നിരപരാധികളായ, നിരായുധരായ, സാധാരണക്കാരായ ജനങ്ങളാണ് കൊല്ലപ്പെടുന്നത്. എന്തായാലും അഖിലിൻ്റെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ.